ഇന്ത്യൻ ഇന്ത്യൻ 2 കണ്ടിട്ട് ദേ ഇപ്പൊ വന്ന് കേറിയുള്ളൂ. എന്നിട്ട് ദേ ഇരിക്കണു. എന്താ അവസ്ഥ? നിങ്ങൾ പടം കണ്ടായിരുന്നോ? എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ? കമന്റ് ബോക്സിൽ പറയൂ, ഒന്ന് കാണട്ടെ. ഓ, ഞാൻ ആരെയും കളിയാക്കാൻ വേണ്ടി വന്ന് ഇരിക്കുന്നൊന്നുമല്ല. എന്തിന്, എന്ത് കാര്യത്തിന്? ശങ്കർ സാറിനോട് നമുക്ക് ഒരു വിരോധവും ഇല്ല, ദേഷ്യവും ഇല്ല, ഒരു താല്പര്യക്കുറവുമില്ല. ഇതിനു മുമ്പ് നല്ല വർക്ക്സ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ആയിക്കോട്ടെ. ഇനി അങ്ങോട്ട് പുള്ളിയുടെ വരാൻ വേണ്ടി പോകുന്ന സിനിമകളും നമ്മൾ കാണും. നല്ല ഡയറക്ടറൊക്കെ തന്നെയാണ്. അതേപോലെ നമ്മുടെ കമൽ സാറ്, അയ്യോ ഭയങ്കര ഇഷ്ടമാണ്. ഗംഭീര ആക്ടറല്ലേ, അത് പറയേണ്ട കാര്യമൊന്നുമില്ല. വേറെ റേഞ്ചിൽ നിൽക്കുന്നൊരു ആക്ടറാണ്. പക്ഷെ ഈ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അവരെ കുറിച്ചിട്ടൊന്നും അല്ല ചിന്തിച്ചത്. എനിക്ക് വല്ലാത്തൊരു വിഷമമൊക്കെ തോന്നാൻ തുടങ്ങി. ചില സമയത്തൊക്കെ ദേഷ്യമൊക്കെ തോന്നാൻ തുടങ്ങി. ഇത് ഞാൻ ചുമ്മാ പറയുന്നതല്ല കേട്ടോ, ഓണസ്റ്റ്ലി പറയുന്നതാണ്. കാര്യം വേറൊന്നും കൊണ്ടല്ല. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യൻ 2-ന്റെ ട്രെയിലർ വന്ന സമയത്ത് എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഇത് പണിപാടാനുള്ള സാധ്യത തന്നെയാണെന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ മൈൻഡിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. ബട്ട് പടം ഇറങ്ങണതിൻ്റെ 2-3 ദിവസം മുമ്പേ ഞാൻ 96 ഇറങ്ങിയ ഇന്ത്യൻ ഇരുന്ന് ഒന്നുകൂടെ കണ്ടു. വീണ്ടും പറയുന്നു, 96 ഇറങ്ങിയ ഇന്ത്യൻ ഒന്നുകൂടി ഇരുന്ന് കണ്ടു. ആ പടം കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് പഴയൊരു പടമാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അത്രയും ഫ്രഷായിട്ട് തന്നെയാണ് തോന്നിയത്. മാത്രമല്ല ഭയങ്കര എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. ആ പടം വീണ്ടും ഇരുന്ന് കണ്ടതിന് ശേഷമാണ് ഇന്ത്യൻ 2 കാണാനുള്ള ഒരു ആവേശം കൂടിയത്. ഇന്ത്യൻ 2-നോട് പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഇന്ത്യൻ 2 ഒന്ന് കാണാനുള്ള ആവേശം കൂടി. അത് 96 ഇറങ്ങിയ പടം വീണ്ടും ഇരുന്ന് കണ്ടപ്പോൾ ഉണ്ടായ ആവേശമാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? 96 ഇറങ്ങിയ ഇന്ത്യൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഇമ്പാക്റ്റ് ആണത്. ആ പടം ഇപ്പൊ കാണുമ്പോഴും നമുക്ക് ആ സാധനം ഉണ്ട്. ഇപ്പൊ ഇത് തിയേറ്ററിൽ ഇട്ടാലും അത് ഓടും, ആൾക്കാർ കൈയടിക്കും, ആൾക്കാർ എൻഗേജിങ് ആയി എൻജോയ് ചെയ്തത് കണ്ടിരിക്കും. അതായിരുന്നു ആ പടം. ഇന്ത്യൻ 2-ലേക്ക് വരുന്ന സമയത്ത് ഇത് എന്തിനാണ്, ഞാൻ ഒന്നും പറയുന്നില്ല. അത് വേണ്ടായിരുന്നൊന്നും പറയാൻ നിവൃത്തിയില്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ 3-ാമത്തെ ട്രെയിലറൊക്കെ കണ്ട സമയത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു, അടിപൊളി സാധനമായിരിക്കും എന്നൊക്കെ തോന്നണു. ഇപ്പോൾ കമൽ സാർ എന്നെ എന്തോ പറഞ്ഞു എന്നാണ് ഞാൻ കേൾക്കണത്. ലൈക്ക് 3 ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് 2 പുള്ളിക്കാരൻ ചെയ്തത്. എന്താണ് 3 ആണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നൊക്കെ. സോ 3 ഇറക്കാൻ വേണ്ടി 2 ഇറക്കി എന്നുള്ള രീതിയിൽ നമുക്കിതിനെ കാണാന്നേ ഉള്ളൂ. പക്ഷെ എനിക്ക് സത്യത്തിൽ 2 ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പൊളിയാൻ തുടങ്ങി. കാര്യം എടേ, എന്താ പറയുക, ഈ സേനാപതി എന്ന് പറയുന്ന ക്യാരക്ടർ, അതിനൊരു റെസ്പെക്റ്റ് ഉണ്ട്. അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിനെ നമ്മൾ മൈൻഡിൽ എടുത്തു വെച്ചിരിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പൊ ആ ഒരു ക്യാരക്ടറിനെയും ആ പഴയ ഇന്ത്യനൊക്കെ കണ്ടിട്ട് നിൽക്കുന്ന സമയത്ത് 2 കാണുന്ന സമയത്ത് എനിക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലടോ. എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. 96 ഇറങ്ങിയ ആ പടത്തിന്റെ 2-ാം ഭാഗമാണ് ഇത്. അതിൽ കണ്ട സേനാപതിയാ ഇതിൽ നമ്മൾ കണ്ട സേനാപതി എന്നൊന്നും എനിക്കൊരു തരത്തിലും അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. എടേ, ഇപ്പോ കുറെ സിനിമകളുണ്ട് നമുക്ക്
എന്താണ് പറയുക, ഇമാതിരി ഫീല് തരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഇതിൻ്റെ ഒന്ന് രണ്ടാമത്തെ മൂന്നാമത്തെ ഒന്ന് ഇറക്കി ആ ഒരു സെറ്റപ്പിനെ നശിപ്പിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അങ്ങനെ രണ്ടാം ഭാഗം വന്ന് അടിപൊളിയായിട്ടുള്ള സിനിമകളും ഉണ്ട് കേട്ടോ, പക്ഷെ എന്നാലും ചുരുക്കമാണ്. ഇപ്പോ ഈ ഒരു പടമാണെന്നുണ്ടെങ്കിലും കണ്ട സമയത്ത് ഇങ്ങനെ സങ്കടം വരാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പഴയന്റെ ഒരു ഇമ്പാക്ട് കൊണ്ടാണ്. ഞാനൊരിക്കലും കമ്പയർ ചെയ്യുന്ന ഒരാളല്ല, ഒരു പടത്തെ മറ്റൊരു പടം വെച്ച് കമ്പയർ ചെയ്യുന്ന ഒരാളൊന്നുമില്ല. പക്ഷെ ഒരു പടത്തിന്റെ അടുത്തൊരു ഭാഗം, ആ ഒരു പടത്തിലെ കഥാപാത്രം അടുത്തൊരു ഭാഗത്തിലേക്ക് വരുന്ന സമയത്ത് പ്രേക്ഷകരിൽ ഉണ്ടാവുന്ന ഒരു പ്രതീക്ഷ, ആകാംക്ഷ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് നല്ല രീതിയിൽ ബാധിക്കും അതിനനുസരിച്ചിട്ട് ഉയർന്നില്ല എന്നുണ്ടെങ്കിൽ. ഇപ്പൊ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാൻ സിനിമ എന്ന് പറയുന്ന ഒരു സംഭവത്തെ അത്രയും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അഭിനയിക്കാനൊക്കെ ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരാളാണ് ഞാൻ. സോ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻജോയ് ചെയ്യാനാണ്, ഇഷ്ടപ്പെടാതിരിക്കാനല്ല ഒരു സിനിമ കാണാൻ വേണ്ടി പോകുന്നത്. ഇഷ്ടപ്പെടാനും അത് എന്താ പറയുക, ആവേശത്തോടെയൊക്കെ ഉള്ളൊരു ലൈക്ക് അങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരാളാണ്. സോ അത് കിട്ടാതെയൊക്കെ വരുന്ന സമയത്ത് നല്ല നിരാശയുണ്ട്. ഞാൻ സാധാരണ ഒരു ആവറേജ് ലെവലിൽ നിൽക്കുന്ന പടത്തെയൊക്കെ അത്യാവശ്യം ഓക്കെ, കൊള്ളാം, അങ്ങനെയൊക്കെ ഒരു രീതിയിൽ പറഞ്ഞു വിടുന്ന ഒരാളാണ്. പക്ഷെ ഈ ഒരു പടം എനിക്ക് അങ്ങനെ പറയാൻ തോന്നുന്നില്ല. അത് എനിക്ക് ഇതിലുള്ള ഡയറക്ടറോടുള്ള ദേഷ്യമോ കമൽ സാറിനോടുള്ള അതൊന്നും അല്ലടോ. ഒരു ഇന്ത്യൻ എന്ന് പറയുന്ന ആ ഒരു സിനിമ ഉണ്ടാക്കിയെടുത്ത സാധനം എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടാലും ഞാൻ അമ്മാതിരി റേഞ്ച് നിൽക്കണം. അതും അന്തക്കാലത്ത് ഇറക്കി വെച്ചിരിക്കണ പടാടോ. അത് ഇപ്പം കാണുമ്പോഴും നമുക്ക് ആ റേഞ്ച് കിട്ടുന്നുണ്ട് എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ ഇമ്പാക്റ്റാണ്. അതിൻ്റെ അടുത്ത ഭാഗം വരണ സമയത്ത് അത് ഡെലിവർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഒരു സിനിമാ പ്രേമിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു സങ്കടവും ദേഷ്യവും ഉണ്ടാവും. ആ കിട്ടിയ ഒരു എന്താണ് പറയുക, വിചാരിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റിലുള്ളൊരു എക്സ്പീരിയൻസ് കിട്ടിയ ആ എക്സ്പീരിയൻസിനോടുള്ള ദേഷ്യമാണ് ഞാൻ പറയുന്നത്. അല്ലാണ്ട് ഇത് എടുത്തു വെച്ചിരിക്കുന്ന ആൾക്കാരോടല്ല. അത് പോട്ടെ, ഒന്നും പറയുന്നില്ല. കംബാക്ക് സേനാപതി അല്ലേ, കംബാക്ക് ഇന്ത്യൻ, കംബാക്ക്. ഞാൻ പറഞ്ഞ സ്പോയിലറല്ല, കംബാക്ക് എന്നും പറഞ്ഞ് വിളിച്ചും വരുത്തും. എന്നിട്ട് പിന്നെ ഗോ ബാക്ക് എന്താണ്, നാട്ടുകാർക്കൊന്നും വലിയ നിലപാടൊന്നും ഇല്ല തോന്നുന്നുണ്ട്. ഇത് പടമൊക്കെ അവസാനമൊക്കെ ആയപ്പോഴേക്ക് എന്താണ് ഒരു കുത്തുണു, എന്താ മറ്റേ കുതിരയെ പോലെ കുറേ ആൾക്കാർ ഓടണു. എത്ര നേരം ഓടറേ, ഒരു പരിധിയില്ലേ. ഞാൻ വീണ്ടും പറയണു, ഞാൻ കളിയാക്കുക അല്ലെങ്കിൽ അതൊന്നുമല്ല, എനിക്ക് അങ്ങനെയുള്ള ഉദ്ദേശമൊന്നുമില്ല, കളിയാക്കണമില്ല, ഒന്നുമില്ല. ഞാൻ എൻ്റെ ഈ ഒരു വിഷമം ബോധിപ്പിക്കുന്നു എന്ന് മാത്രം, ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് വിഷമം ബോധിപ്പിക്കുന്നു എന്ന് മാത്രം. എനിക്ക് സത്യം, ഞാൻ വീണ്ടും പറയണം, എനിക്ക് ഇന്ത്യൻ എന്ന് പറയുന്ന സിനിമയുടെ സേനാപതി എന്ന് പറയുന്ന ആ കഥാപാത്രം ഇത് കണ്ടിട്ട് ഇത് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന്. ആ ക്യാരക്ടർ എനിക്ക് അങ്ങനെ പറ്റണില്ല. അതെന്തോ കണക്ട് ആവണില്ല എനിക്ക്. ചിലപ്പോൾ അടുത്തൊരു പാർട്ട് വരുമ്പോൾ ഉഷാറാവുമായിരിക്കും, അത് അടിപൊളിയായിരിക്കും. എനിക്ക് ട്രെയിലർ ഇഷ്ടപ്പെട്ടു, ലാസ്റ്റ് കാണിച്ച സമയത്ത് ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിട്ടുണ്ട്. ആ ട്രെയിലറൊക്കെ ഒരു പ്രതീക്ഷ എന്തൊക്കെയുണ്ട് എന്നൊക്കെയുള്ളൊരു സൂചന വരുന്നുണ്ട്. ഞാനിപ്പോൾ 2 വെച്ച് 3നെ ജഡ്ജ് ചെയ്യുന്നൊന്നുമില്ല. 3 വന്നതിന് ശേഷം ബാക്കി നോക്കാം നമുക്ക്. അത് അടിപൊളിയാവട്ടെ. നല്ലൊരു ഇതല്ലേ, അത് ഇറക്കണ്ടെന്ന് തീരുമാനിക്കായിരുന്നു അല്ലേ അവർക്ക് രണ്ടാമത്തെ ഒരു ഭാഗം. ഇനി നിങ്ങൾ പറയാതിരിക്കുന്നത് നീ പോയൊരു പടം പിടിക്കുന്നു. നമുക്ക് പടം പിടിക്കാനൊന്നും അറിയില്ലടോ, പടം പിടിക്കാൻ അറിയില്ല. പടങ്ങൾ കാണാൻ ഇഷ്ടമാണ്. പിന്നെ ഇവരൊക്കെ പടം പിടിക്കുന്ന ആൾക്കാരല്ലേ, കഴിവുള്ള ആൾക്കാരല്ലേ, തെളിയിച്ചിട്ടുള്ള ആൾക്കാരല്ലേ. അവരോടൊക്കെ നമുക്ക് സ്നേഹവും റെസ്പെക്റ്റും ഒക്കെ ഉള്ളതുകൊണ്ടാണ് അവരുടെ പടം ഇറങ്ങുന്ന സമയത്ത് നമ്മൾ കാണാൻ വേണ്ടി പോകണേ. സോ അത് നമുക്ക് കാണുമ്പോൾ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വിഷമവും ഒക്കെ പ്രകടിപ്പിക്കും മാന്യമായിട്ടുള്ള രീതിയിൽ. അത്രേ ഞാനും ചെയ്തു. ഏതായാലും നടക്കട്ടെ.
എന്തായാലും മറ്റേ എസ് ജെ സൂര്യ അവർക്കൊക്കെ 3 വരുന്ന സമയത്ത് കുറെ അടിപൊളി പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കാനുള്ള സാഹചര്യം ഉണ്ടാവും തോന്നുന്നു അല്ലേ? ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഓക്കെ എന്നാ ബൈ. അയ്യോ, പിന്നെ നമ്മുടെ മ്യൂസിക്കിന്റെ കാര്യം പറയാൻ വിട്ടുപോയി. അനിരുദ്ധിനോട് നമുക്ക് യാതൊരു വിരോധവുമില്ല, ഇഷ്ടമാണ്, അടിപൊളിയാണ് അനിരുദ്ധ്, അടിപൊളി. പക്ഷേ ഇന്ത്യനില് നമ്മൾ AR റഹ്മാന്റെ മ്യൂസിക് വടാ പാവിയെ, അത് വേറെ വൈബടോ. ഇന്ത്യനില് AR റഹ്മാന്റെ മ്യൂസിക് എന്ന് പറയുന്നത് അത് ആ സിനിമയ്ക്ക് കുറേയും കൂടി ഇമ്പാക്ട് ഉണ്ടാവാൻ വേണ്ടി സഹായിച്ചിട്ടുള്ളൊരു ഏരിയ മ്യൂസിക്. AR റഹ്മാന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്ത് പറയേണ്ട കേസ് തന്നെയാണ്. ഇപ്പം ഇവിടെ വരുന്ന സമയത്ത് അനിരുദ്ധ് മോശമാണെന്നല്ല, പക്ഷെ മ്യൂസിക്കിന്റെ കേസിലേക്ക് വരുന്ന സമയത്തും എനിക്ക് അതുമായിട്ടൊരു ഇതും തോന്നണില്ല. ഇനിയിപ്പോൾ അനിരുദ്ധിന് എൻ്റെ ഫാൻസ് വന്ന് എന്നെ തെറി വിളിക്കണ്ട കേട്ടാ. എനിക്ക് ഇന്ത്യൻ എന്ന് പറയുന്ന സിനിമയുടെ 2ാം ഭാഗത്ത് അപ്പുറത്ത് AR റഹ്മാന്റെ പരിപാടി കേട്ടിട്ട് എനിക്ക് ഇപ്പുറത്ത് അനിരുദ്ധ് പരിപാടി ചെയ്ത സമയത്ത് എനിക്ക് പറ്റിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അത് ആ സിനിമയുടെ ഇമ്പാക്റ്റാണ്. എൻ്റെ ഈ വിഷമത്തിന്റെ കാരണം ഇന്ത്യൻ എന്ന് പറയുന്നത് 96 ഇറങ്ങിയ പടത്തിന്റെ ഇമ്പാക്റ്റാണ്. ഇതിലേക്ക് വരണ സമയത്ത് വലിയ പ്രതീക്ഷയിലിടവ്, നമ്മളൊരു ഇഷ്ടത്തിന്റെ പുറത്ത് പോകുന്നതാണ് ഈ പടത്തിന് പോയത് തന്നെ. ലൈക്ക് എനിക്ക് ട്രെയിലർ കണ്ടിട്ട്, ഞാൻ പറഞ്ഞില്ലേ, ട്രെയിലർ കണ്ടിട്ട് ഒട്ടും ഉണ്ടായിരുന്നില്ല ഇതെന്ത് പണി പറ്റിക്കാൻ സാധ്യതയുണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെ പോയത്. ഞാൻ മറ്റേ ആദ്യത്തെ പടം പിന്നെ ഇരുന്ന് കണ്ട് ആവേശം മൂത്ത് പിന്നെ പോയതാണ് ഈ പടത്തിന്, മനസ്സിലായില്ലേ? അപ്പൊ ശരി.